പല അറിവുകൾ, പല വിഷയങ്ങൾ, പലതരം കാഴ്ചപ്പാടുകൾ, ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. അത്തരത്തിൽ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. പ്രാർത്ഥന എന്നാൽ എന്താണ്? ഈ ലോകത്ത് ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് ഇവരുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഇവരെന്താണ് ചിന്തിച്ചു വച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ നമ്മൾ കണ്ടെത്തുക ഇതായിരിക്കും. പ്രാർത്ഥന എന്നാൽ ഇവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ളൊരു അവസരമാണ്. ഇവർക്ക് എന്തെങ്കിലും ആവശ്യപ്പെടാനുള്ള, ഡിമാൻഡ് ചെയ്യാനുള്ളൊരു അവസരമാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ പറയാനുള്ള, കംപ്ലൈൻറ്റുകൾ പറയാനുള്ള ഒരു അവസരമാണ്. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരാളാണ് ഇവർക്ക് ദൈവം. ദൈവത്തിൻ്റെ വാതിലിൽ മുട്ടി അവരുടെ ആഗ്രഹങ്ങൾ പറയുക, അത് സാധിച്ചെടുക്കുക, ഇതാണ് അവർക്ക് പ്രാർത്ഥന. ഒരു ഭിക്ഷക്കാരൻ്റെ യാചന പോലെയാണ് ഇവർ പ്രാർത്ഥന കണ്ടിരിക്കുന്നത്. പക്ഷേ പ്രാർത്ഥന എന്നാൽ യാചനയല്ല. പ്രാർത്ഥന എന്നാൽ നന്ദി പറച്ചിലാണ്, കൃതജ്ഞതയുടെ പ്രകടിപ്പിക്കലാണ്. പ്രാർത്ഥനയും യാചനയും ഒന്നല്ല, അവ രണ്ടും തീർത്തും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. പ്രാർത്ഥന ഒരു യാചനയായി മാറുമ്പോൾ പ്രാർത്ഥന വെറും ഒരു ഉപാധിയായി മാറുകയാണ്. അത് വെറും ഒരു മാർഗമായി മാറുകയാണ്. പ്രാധാന്യം പ്രാർത്ഥനയ്ക്കല്ല, പ്രാർത്ഥനയിലൂടെ സാധിക്കപ്പെടേണ്ട ഒരു ആഗ്രഹം, അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ നേടേണ്ട ഒരു കാര്യം, പ്രാധാന്യം അതിനാണ്. പലപ്പോഴും പലരുടെയും പ്രാർത്ഥന ഫലിക്കാറില്ല. പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ കിട്ടാറില്ല. ഇങ്ങനെ വരുമ്പോൾ മിക്കവരും പ്രാർത്ഥിക്കുന്നത് ഉപേക്ഷിക്കുന്നു. അവർ പറയുന്നു, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇതിൽ അർത്ഥമില്ല, ഇത് ഉപയോഗമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അവർ തിരിച്ചറിയുന്നില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടാനോ ഉള്ളൊരു വഴിയല്ല പ്രാർത്ഥന എന്ന്. പ്രാർത്ഥനയെ എന്തെങ്കിലുമായി കമ്പയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് വളരെ അപൂർവം ചിലർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. മിക്കവർക്കും സ്നേഹിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ഈ കാര്യം നടത്തിയെടുക്കാനുള്ളൊരു വഴി മാത്രമാണ് അവർക്ക് സ്നേഹം. ചിലർ പണത്തിന് വേണ്ടി സ്നേഹിക്കുന്നു, ചിലർ സുരക്ഷിതത്തിന് വേണ്ടി സ്നേഹിക്കുന്നു, മറ്റു ചിലർ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നു. എന്തായിരുന്നാലും അവർക്ക് സ്നേഹമെന്നാൽ അവർക്ക് ആവശ്യമുള്ള കാര്യം നേടിയെടുക്കാൻ, അവർക്ക് ആവശ്യമുള്ള കാര്യം നടത്തിയെടുക്കാനുള്ളൊരു വഴി മാത്രമാണ്. വളരെ അപൂർവം ചിലർക്ക് മാത്രമേ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അറിയാവൂ. യഥാർത്ഥ സ്നേഹമെന്നാൽ കാരണങ്ങൾക്ക് വേണ്ടി സംഭവിക്കുന്ന ഒന്നല്ല. യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉദ്ദേശം സ്നേഹിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ലവ്. ലവ് ഇസ് സിംപ്ലി ഫോർ ലവ്. സ്നേഹിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടി, അല്ലാണ്ട് വേറൊരു ഉദ്ദേശവും അതിന് പുറകിലില്ല. സ്നേഹത്തിൻ്റെ അവസാനം സ്നേഹം തന്നെയാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ആവശ്യമായിരിക്കില്ല. യഥാർത്ഥ പ്രാർത്ഥനയും സ്നേഹം പോലെയാണ്. മിക്കവർക്കും പ്രാർത്ഥന എന്നാൽ ഒരു അവസാനമല്ല. പ്രാർത്ഥനയിലൂടെ അവർ മറ്റെന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ യഥാർത്ഥ പ്രാർത്ഥനയുടെ അവസാനം പ്രാർത്ഥന തന്നെയാണ്. ഉള്ളിൽ നിറച്ചും നന്ദിയും സ്നേഹവും ഉള്ള ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ പ്രാർത്ഥന എന്ത് എന്നറിയാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥന എന്നാൽ നന്ദി പറച്ചിലാണ്. എന്തിനുള്ള നന്ദി? ഇവിടെ ജനിക്കാനുള്ളൊരു അവസരം തന്നതിന്, ഇവിടെ ജീവിക്കാനുള്ള അവസരം തന്നതിന്, ഈ ലോകത്തെ, ഈ നിറങ്ങളെ കാണാനുള്ള അവസരം തന്നതിന്, ബോധവാനാകാനുള്ള അവസരം തന്നതിന്, അങ്ങനെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എല്ലാത്തിനുമുള്ള നന്ദി പറച്ചിൽ. സത്യത്തിൽ നമുക്കിതിനുള്ള അർഹതയില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമുക്ക് ഈ സമ്മാനം കിട്ടിയത്? നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഈ സമ്മാനം തന്നിരിക്കുന്നു. അപ്പോൾ നന്ദി അല്ലാതെ എന്താണ് പറയുക? ഉള്ളിൽ നിറച്ചും ആനന്ദവും നന്ദിയുള്ള ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ പ്രാർത്ഥന അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ പ്രാർത്ഥന എന്ത് എന്നറിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ അത് അറിയിക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരേക്കും ഈ നല്ല അറിവ് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.